കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിളിച്ചിട്ട് വരായിരുന്നു, പക്ഷെ അവൻ മണ്ഡപത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കുകയല്ലേ. പോയി അടുത്തുള്ള മഠത്തിലെ സന്യാസി വന്നിരിക്കുന്നു പറ. മഠത്തിലെ സന്യാസിയുടെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് പറ. മഠത്തിലെ സന്യാസിയാ? നീ പറയുന്നത് കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ പോയി ഇവിടെ നിന്ന് മഠത്തിലെ സന്യാസി കൊണ്ടുവരും. ഞാനാണ് ആ മഠത്തിലെ സന്യാസി. ഏയ്, നീ സത്യത്തിൽ സൂപ്പറാണ് കാർക്കോടക. ഞാൻ പോയി അവൻ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. അമ്മായി, ആദിത്യ, എന്താ കാര്യം? എന്താ പ്രത്യേകിച്ച്? നമ്മുടെ സമയം നല്ലതായതുകൊണ്ട് ആ മഠത്തിലെ സന്യാസി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്ത് ഭാഗ്യം! ഏത് സന്യാസി? ഈ വന്നിരിക്കുന്ന സന്യാസി സാക്ഷാൽ മഹാദേവ ഭഗവാന്റെ പ്രതിരൂപമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ച ഭഗവാൻ ശിവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയാ. അവർ രണ്ടുപേരും പോയി ആ മഠത്തിലെ സന്യാസിയുടെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങിക്കട്ടെ. താലി കെട്ടുന്നതിന് മുമ്പ് ആശീർവാദം വാങ്ങിച്ചാൽ എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. നിങ്ങൾ രണ്ടുപേരും പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കും. ഇവൻ പുതിയ ഡ്രാമയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഏതോ ഒരുത്തന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവരെന്തിനു പന്തലിന് പുറത്തിറങ്ങണം? ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണുന്നതിനായിട്ട് ആ കൊടും കാട് താണ്ടി ചെല്ലുന്നത് പോലെ ശിവന്റെ പ്രതിരൂപമായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങാൻ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. ചേച്ചി, കുറച്ചു മുൻപ് പറഞ്ഞ കാലം വരുമെന്ന്, എന്നിട്ടിപ്പം ഇവൻ വന്നേക്കുന്നു. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. അമ്മേ, ഭവാനി നല്ല ഭാഗ്യം ചെയ്ത കുട്ടിയായതുകൊണ്ടാ കല്യാണ ദിവസം തന്നെ ആ മഠത്തിലെ സന്യാസി ഇങ്ങോട്ട് വന്നത്. പോയി അനുഗ്രഹം വാങ്ങി വരാൻ പറയൂ അമ്മേ. ഈ സന്യാസിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച നല്ലതാന്ന് എല്ലാരും പറയുന്നേ. എന്റെ വാക്കുകൾ മഹാദേവന്റെ വാക്കുകളാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും, സമ്പൽ സമൃദ്ധിയും ലഭിക്കും. എന്റെ വാക്കുകൾ മഹാദേവന്റെ വാക്കുകളാണ്. ശംഭോ ശങ്കര ഗൗരിപദേ ഹര ഹര മഹാദേവ. പോകാൻ പറ അമ്മായി, നമുക്ക് വേണ്ടിയാണ് മഠത്തിലെ സന്യാസി അവിടെ നിൽക്കുന്നത്. താലി ചാർത്തുന്നതിനായി മണ്ഡപത്തിൽ കയറിയാൽ കഴുത്തിൽ താലി വീഴാതെ ഇറങ്ങാൻ പാടില്ലെന്നാ. അദ്ദേഹം ദീർഘായുസിന് വേണ്ടി അനുഗ്രഹം കൊടുക്കാൻ വന്നതല്ലേ. ഈ ഭാഗ്യം വേണ്ടെന്ന് പറയല്ലേ ചേച്ചി. ഒന്ന് നിന്ന്. കല്യാണ പെണ്ണും ചെക്കനും ചടങ്ങ് നടക്കുന്ന സമയത്ത്
മണ്ഡപം വിട്ട് പുറത്തു പോകാൻ പാടില്ല. ശരിയാണ്. വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോ വരനും വധുവും മണ്ഡപത്തിന് പുറത്തു പോകാൻ പാടില്ലെന്നാ. വേണമെങ്കിൽ ആ സന്യാസിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അതെ, ഇങ്ങോട്ട് വരട്ടെ. അയ്യോ, നിങ്ങളെയൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്റെ ദൈവമേ? ദൈവത്തിന്റെ അടുത്ത് നമ്മളാണ് അങ്ങോട്ട് പോകേണ്ടത്, അല്ലാതെ ദൈവസ്വരൂപിനെ നമ്മളടുത്തേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല. സമ്പ്രദായം പിന്തുടരുന്നത് എങ്ങനെയാ തെറ്റാവുന്നത്? അത് ശരിയാണ്. നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നുവെച്ചാ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ ഇനി പ്രായമാകണമെന്നാണോ? നല്ല കാര്യങ്ങൾ പറയാൻ അറിവുണ്ടായാൽ മതി. പ്രായമൊരു വിഷയമല്ല. ഞങ്ങൾ അതിന് മാത്രം ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അയ്യോ, നിങ്ങളോടൊക്കെ എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മഠത്തിലെ സ്വാമിയുടെ ആശീർവാദം വേണ്ടെന്ന് വെക്കുന്നത് ആ ദൈവത്തെ കളിയാക്കുന്ന പോലെയല്ലേ? സാക്ഷാൽ മഹാദേവന്റെ സന്നിധിയിലാണ് ഈ വിവാഹം നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോ എന്തിനാ മറ്റാശീർവാദങ്ങൾ? ശരിയാണ്, അതെന്തിനാ? ദൈവസന്നിധിയിൽ തന്നെ കല്യാണം നടക്കുന്നതുകൊണ്ടാണ്. സാക്ഷാൽ ആ പരമശിവൻ തന്നെ ഈ മഠത്തിലെ സന്യാസിയുടെ രൂപത്തിൽ വന്നു എന്ന് നമ്മളങ്ങ് വിചാരിച്ച പോരെ. അതെ അന്നപൂർണ്ണമ്മ, ഈ സന്യാസി മഹാദേവന്റെ അവതാരമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം കിട്ടണമെങ്കിൽ മഹാഭാഗ്യം ചെയ്യണം. അനുഗ്രഹം വേണ്ടെന്ന് പറഞ്ഞാൽ വന്നു കയറുന്ന മഹാലക്ഷ്മിയെ തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയാ. അനുഗ്രഹം വാങ്ങുന്നത് ഒരു തെറ്റല്ലല്ലോ മുത്തശ്ശി. ശരി ശരി. അർജുനെ, ഭവാനി, നിങ്ങൾ രണ്ടുപേരും പോയി ആശീർവാദം വാങ്ങിച്ചിട്ടു. നിങ്ങളുടെ മുത്തശ്ശി തന്നെ സമ്മതം തന്നില്ലേ? പോയിട്ട് വാ. നിന്റെ അനുജന്റെ മരണം നീ നിന്റെ കണ്ണുകൊണ്ട് ഇപ്പൊ തന്നെ കാണും. നിങ്ങളെ രക്ഷിക്കാനുള്ള നാഗദേവത അവിടെ ചത്ത് കിടപ്പുണ്ട്. ഇപ്പൊ നിന്നെ കാർക്കുടകം കൊത്തി കൊല്ലോട് അർജുനൻ.
എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, വരാൻ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, വാ. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. മല്ലി ചത്തം പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ ഇവിടെ ഒന്നും. എന്തുപറ്റി മല്ലി? താലി കെട്ടുന്നവരും താലി കെട്ടിക്കുന്നവരും ചടങ്ങ് തീരുന്നതിനു മുമ്പേ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഞങ്ങള് പുറത്തല്ലല്ലോ, അകത്തല്ലേ നിൽക്കുന്നത്. എല്ലാരും പറഞ്ഞു ഈ സന്യാസിയുടെ അനുഗ്രഹം കിട്ടിയാൽ നല്ലതാണെന്ന്. എല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കൊണ്ടാ ഭീകരന്മാരും ദുഷ്ടശക്തികളും നല്ലവരായി ചമഞ്ഞു വന്ന് നിങ്ങളെയൊക്കെ നിത്യവും ചതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാ അദ്ദേഹം സന്യാസിയല്ല, തട്ടിപ്പുകാരനാണെന്നാണോ? അപ്പോ ഇവൻ കള്ളവേഷം കെട്ടിയതല്ല, യഥാർത്ഥ സന്യാസി തന്നെയാണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ആരാ നീ? ഞാൻ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് ശരിക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ യഥാർത്ഥ സന്യാസിയാണെന്ന് ഇവിടെ എല്ലാവരുടെ മുന്നിലും തെളിയിച്ചു കാണിക്കും. ആശീർവാദം വാങ്ങിച്ച നല്ലതാണെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. അതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല അർജുൻ. തെളിയിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോ അവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരുന്നില്ല. കണ്ടില്ലേ, ഞാൻ പറയുന്നത് അനുസരിക്കും. നിങ്ങൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് പോകും. ഞാൻ പറയുന്നതനുസരിച്ച് തിരികെ പോകും. ഇവൻ യഥാർത്ഥ സന്യാസിയാണോ അതോ കള്ള സന്യാസിയാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. മോനെ അർജുൻ, ഭവാനി മുഹൂർത്തത്തിന് സമയമായി, രണ്ടുപേരും വാ.
തിരുമേനി, അങ്ങ് മന്ത്രം ഉരുവിട്ട് തുടങ്ങിക്കോളൂ. താലി കെട്ടേണ്ട സമയമായല്ലോ. ഇതുവരെ നാഗദേവത താലി കൊണ്ടുവന്നില്ലല്ലോ. നാഗദേവത ഉറപ്പായിട്ട് താലി കൊണ്ടുവരുവേട്ടാ. കൗസല്യ, ദൈവങ്ങൾ തന്ന വാക്ക് തെറ്റിക്കില്ല. നാഗമാതാവ് ഉറപ്പായും താലി കൊണ്ടുവരും. അമ്മേ, വധൂവരന്മാരെ മുഖാമുഖം പിടിച്ചിരുത്തി അവരുടെ നടുവിൽ ഒരു മറ പിടിക്ക. വധൂവരന്മാർ മുഖാമുഖം ഇരിക്ക. ആ മാറയെന്നെ എടുക്ക്. രണ്ടുപേരും ഇതെടുത്ത് പരസ്പരം തലയിൽ വെക്കുക. താലി കെട്ടാനുള്ള മുഹൂർത്തം ഇതായിരിക്കണോ? താലി ഇതുവരെ കൊണ്ടുവന്നില്ല.
എന്നുവെച്ചാ ഇതുവരെ ഒരു താലി പോലും ഇല്ലാതെ കല്യാണ മന്ത്രം ജപിച്ചു എന്നാണോ? ഇതുപോലെ ഒരു കല്യാണം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മുഹൂർത്തത്തിന് മുമ്പ് തന്നെ നാഗമാതാവ് താലി ഇവിടെ എത്തിക്കും. നാഗമാതാവ് കൊണ്ടുവരുന്നോ? അതെ തിരുമേനി. നീ ഇത് കേട്ടോ? താലി ദൈവം കൊണ്ടുവരുന്നാ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയാനാടി സുഭദ്രേ? ചിറ്റപ്പ, താലി ദൈവം കൊണ്ടുവരുന്നൊക്കെ പറയണു. സംഭവം എന്താ? കേൾക്കാൻ ആളുണ്ടെങ്കിൽ ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ടീമാണ്. ക്ഷേത്രത്തിലുള്ള ദൈവവും പുറ്റിലിരിക്കുന്ന പാമ്പും താലിയൊക്കെ കൊണ്ട് തരുമെന്ന് പറഞ്ഞ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇത്. ഒന്നുകിൽ പറയുന്നവർക്ക് ഭ്രാന്തായിരിക്കണം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഭ്രാന്തായിരിക്കണം. അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നെ കുറിച്ച്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തൊലയ്ക്ക്. ഞാൻ ഒരുപാട് കല്യാണത്തിന് പോയിട്ടുണ്ട്. അവിടെയൊന്നും വിചിത്രമായ ആചാരങ്ങൾ ഇതുപോലെ കണ്ടിട്ടില്ല. ഇങ്ങനെ അധിക്ഷേപിക്കാതിരിക്കൂ. നാഗദേവത ഞങ്ങളുടെ കുലദൈവമാണ്. അമ്മ ഉറപ്പായും താലി കൊണ്ട് തരും. കല്യാണം നന്നായി നടക്കുമെന്ന് പറഞ്ഞില്ല. പൂജ ഇപ്പൊ നന്നായി നടന്നതുകൊണ്ട് തന്നെ നിന്റെ കല്യാണം ഒരു പ്രശ്നമില്ലാണ്ട് നടക്കും. നീ കണ്ടോ? പേടിക്കണ്ട കേട്ടോ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നന്നായി തന്നെ നടക്കും.